जयद्वैत गौरभक्तवृंदा हाँ, जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 3-ാം അധ്യായം ശ്രീ ചൈതന്യ അവതാരത്തിന്റെ ഭാഗ്യകാരങ്ങളിൽ നിന്ന് 84-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ്. 84, 85, 86 ശ്ലോകങ്ങൾക്ക് വിവർത്തനം മാത്രമേ ഉള്ളൂ. ശീല പ്രഭുവിന്റെ ഭാവാർത്ഥമില്ല. നമ്മൾ ഇത്രയും ശ്ലോകങ്ങൾ വായിച്ച് 87-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം കൂടി വായിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ശ്ലോകം 84. ഭാഗവത ഭാരത ശാസ്ത്ര ആഗമ പുരാണ ചൈതന്യ കൃഷ്ണ അവതാരി പ്രകട പ്രമാണ. ഭാഗവത ഭാരത ശാസ്ത്ര ആഗമ പുരാണ ചൈതന്യ കൃഷ്ണ അവതാരി പ്രകട പ്രമാണ. ഭാഗവത ഭാരത ശാസ്ത്ര ആഗമ പുരാണ ചൈതന്യ കൃഷ്ണ അവതാരി പ്രകട പ്രമാണ. ശബ്ദാർത്ഥം: ഭാഗവത ശ്രീമദ് ഭാഗവതം, ഭാരത ശാസ്ത്ര മഹാഭാരതം, ആഗമ വേദശാസ്ത്രങ്ങൾ, പുരാണ പുരാണങ്ങൾ, ചൈതന്യ മഹാപ്രഭുവായി, കൃഷ്ണന്റെ അവതാരത്തിൽ പ്രകടിപ്പിച്ചു. പ്രമാണ തെളിവ്. വിവർത്തനം: ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ അവതാരമാണെന്ന് തെളിയിക്കുന്നതിന് ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും പുരാണങ്ങളും മറ്റു വേദ സാഹിത്യങ്ങളുമെല്ലാം പ്രമാണം നൽകുന്നു. ശ്ലോകം 85. പ്രത്യക്ഷേ ദേഹ ജ്ഞാന പ്രകട പ്രഭാവ അലൗകിക കർമ്മ അലൗകിക അനുഭാവ. പ്രത്യക്ഷേ ദേഹ ജ്ഞാന പ്രകട പ്രഭാവ അലൗകിക കർമ്മ അലൗകിക അനുഭാവ. പ്രത്യക്ഷേ ദേഹ ജ്ഞാന പ്രകട പ്രഭാവ അലൗകിക കർമ്മ അലൗകിക അനുഭാവ. ശബ്ദാർത്ഥം: പ്രത്യക്ഷത്തിൽ, ദേഹ കാണുക, ജ്ഞാന വിവിധ, പ്രകടമായി, പ്രഭാവ സ്വാധീനം, അലൗകിക സാധാരണമായ, കർമ്മ പ്രവൃത്തികൾ, അലൗകിക സാധാരണമായ, അനുഭാവ സാക്ഷാത്കാരങ്ങൾ. വിവർത്തനം: ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ അലൗകികമായ കർമ്മങ്ങളും അവിടുത്തെ അനിതര സാധാരണമായ കൃഷ്ണാബോധ സാക്ഷാത്കാരങ്ങളും വഴി അവിടുത്തെ പ്രത്യക്ഷ പ്രഭാവത്തെ നേരിൽ കണ്ടറിയുവാൻ സാധിക്കും. ശ്ലോകം 86. देखिए न देखे यदा अभक्ते रगण उलूके न देखे येन सूर्यर किरण. देखिए न देखे यदा अभक्ते रगण उलूके न देखे येन सूर्यर किरण. देखिए न देखे यदा अभक्ते रगण उलूके न देखे येन सूर्यर किरण. ശബ്ദാർത്ഥം: ദേക്കിയ കാണുന്നു, നാ ദേക്കെ അവർ കാണുന്നില്ല, യഥ എല്ലാ, അഭക്തരുടെ, ഗണ കൂട്ടം, ഉലൂക്കെ മൂങ്ങ, നാ ദേക്കെ കാണുന്നില്ല, യേന അതുപോലെ, സൂര്യന്റെ കിരണ രശ്മികൾ. വിവർത്തനം: മൂങ്ങകൾക്ക് സൂര്യകിരണങ്ങൾ കാണാൻ കഴിയാത്തതുപോലെ ഭക്തിഹീനരായ അവിശ്വാസികൾക്ക് സ്പഷ്ടമായ വസ്തുവിനെയും കാണാൻ കഴിയില്ല. ശ്ലോകം 87. त्वां शीलरूपचरितै परमप्रकृष्टै सत्त्वेन सात्विकतया प्रबलैश्च शास्त्रै प्रख्यातदैव परमार्थविधां मतैश्च नैवासुरप्रकृतया प्रभवन्ति बोधुम्. त्वां शीलरूपचरितै परमप्रकृष्टै सत्त्वेन सात्विकतया प्रबलैश्च शास्त्रै प्रख्यातदैव परमार्थविधां मतैश्च नैवासुरप्रकृतया प्रभवन्ति बोधुम्. त्वां शीलरूपचरितै परमप्रकृष्टै सत्त्वेन सात्विकतया प्रबलैश्च शास्त्रै प्रख्यातदैव परमार्थविधां मतैश्च नैवासुरप्रकृतया प्रभवन्ति बोधुम्. ശബ്ദാർത്ഥം:
ത്വാം അങ്ങ്, ശീല സ്വഭാവം, രൂപങ്ങൾ, ചരിതൈ പ്രവൃത്തികളാൽ, പരമമായ പ്രകൃഷ്ടൈ പ്രശസ്തമായ, സത്വേന സാധാരണമായ ശക്തിയാൽ, സ്വാത്വികതയാ സത്വഗുണത്തിൽ, പ്രബലൈ ശക്തമായ, ച ഉം ശാസ്ത്രേ വേദശാസ്ത്രങ്ങളാൽ, പ്രഖ്യാത പ്രശസ്തമായ, ദൈവ ദൈവികമായ, പരമ അർത്ഥവിധാം അത്യുന്നത ലക്ഷ്യം അറിയുന്നവരുടെ, മതൈ അഭിപ്രായം, ച ഉം ന അല്ല, ഏവ തീർച്ചയായും, ആസുരപ്രകൃതയ അസുര ഗുണമുള്ളവർ, പ്രഭവന്തി കഴിയുന്നു, ബോധം അറിയാൻ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി കൃപാശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പരമോന്നത ഗുണരൂപ കർമ്മ വൈഭവങ്ങളാൽ അവിടുന്നാണ് പരമപുരുഷനെന്ന് എല്ലാ സാത്വിക ശാസ്ത്രങ്ങളും അതീന്ദ്രിയമായ പ്രകൃതിയിൽ വർത്തിക്കുന്ന വിഖ്യാതരായ പരമാർത്ഥവാദികളും ഏകകണ്ഠം സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ആസുര പ്രകൃതി ബാധിച്ചവർക്ക് അവിടുന്ന് ഇവണ്ണം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥം. ഇത് ശ്രീ രാമാനുജാചാര്യന്റെ ആധ്യാത്മിക ഗുരുവായ യമുനാചാര്യന്റെ സ്ത്രോത്രരത്നത്തിൽ 12-ാം ശ്ലോകത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. പ്രാമാണിക വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃഷ്ണന്റെ അതീന്ദ്രിയ കർമ്മങ്ങൾ, സവിശേഷതകൾ, രൂപം, ഗുണങ്ങൾ എന്നിവ വിവരിക്കുകയും ലോകത്തിലെ ഏറ്റവും പ്രാമാണിക ശാസ്ത്രമായ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ സ്വയം ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നു. വേദാന്ത സൂത്രത്തിന്റെ വിശകലനമായി കരുതപ്പെടുന്ന ശ്രീമദ് ഭാഗവതത്തിൽ അവിടുന്ന് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ആധികാരിക ശാസ്ത്രങ്ങളാണ് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായി ഭഗവാൻ ശാസ്ത്രങ്ങളാലാണ് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെറും പൊതുജന അഭിപ്രായത്തിന്റെ ബലത്താവല്ല. ആധുനിക യുഗത്തിൽ ചില വിഡ്ഢികൾ ദൈവത്തിന്റെ പദവിയിലേക്ക് ആരെ വേണമെങ്കിലും വോട്ട് ചെയ്ത് നിയോഗിക്കാമെന്ന് ചിന്തിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതൃപദവിയിലേക്ക് ഒരു മനുഷ്യനെ വോട്ട് ചെയ്യുന്നത് പോലെ. എന്നാൽ ഇന്ദ്രിയാതീതനായ പരമപുരുഷനെ കുറിച്ച് ആധികാരിക വേദശാസ്ത്രങ്ങളിൽ പരിപൂർണമായി വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനെ പോലെ ആർക്കും സംസാരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികൾ മാത്രമേ തന്നെ നിന്ദിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ചരിത്രപരമായ പരാമർശങ്ങൾ അനുസരിച്ച് പോലും കൃഷ്ണന്റെ കർമ്മങ്ങൾ അത്യന്തം അസാധാരണമാണ്. ഞാൻ ഈശ്വരനാണ് എന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും താൻ ഈശ്വരനാണെന്ന് അവകാശപ്പെടാമെന്ന് മായാവാദികൾ വിചാരിക്കുന്നു. പക്ഷേ അതവരുടെ വ്യാമോഹമാണ്. കാരണം അത്തരം അസാധാരണമായ പ്രവൃത്തികൾ കൃഷ്ണൻ അല്ലാതെ മറ്റാർക്കും നിർവഹിക്കാനാവില്ല. അവിടുന്ന് മാതാവിന്റെ മടിയിൽ ശിശുവായിരുന്നപ്പോൾ പൂതന എന്ന അസുര സ്ത്രീയെ വധിച്ചു. പിന്നീട് അസുരന്മാരായിരുന്ന കൃണാവർത്തനെയും വത്സാസുരനെയും മകനെയും വധിച്ചു. അല്പം കൂടി വളർന്നപ്പോൾ അകാസുരനെയും ഋഷഭാസുരനെയും വധിച്ചു. അതിനാൽ ഈശ്വരൻ ആരംഭം മുതലേ ഈശ്വരനാണ്. ധ്യാനത്തിലൂടെ ഈശ്വരനാകാൻ കഴിയുമെന്ന് ആശയം പരിഹാസ്യമാണ്. ഒരുവൻ അതികഠിനമായ ഉദ്യമത്തിലൂടെ തന്റെ ദൈവിക പ്രകൃതം ബോധ്യമായേക്കാം എന്ന് വെച്ച് അവൻ ഒരിക്കലും ദൈവമായി തീരാൻ കഴിയില്ല. ആർക്കും ദൈവമായി തീരാമെന്ന് ചിന്തിക്കുന്ന അസുരന്മാർ ശിക്ഷാർഹരാണ്. ആധികാരിക വേദഗ്രന്ഥങ്ങൾ ചിട്ടപ്പെടുത്തിയത് വ്യാസനെയും നാരദനെയും അസുതനെയും പരാശരനെയും പോലുള്ള മഹത് വ്യക്തികളാണ്. വൈദിക സാഹിത്യത്തിന് അനുരൂപമായ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താക്കളായ ഈ പ്രശസ്ത വ്യക്തികളെ വൈദിക ജീവിതം പിന്തുടർന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ആസുരിക മനോഭാവമുള്ളവർ അവരുടെ പ്രസ്താവങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ മനഃപൂർവ്വം ഭഗവാനെയും അവിടുത്തെ ഭക്തന്മാരെയും എതിർക്കുന്നു. ഇക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർ ഈശ്വരന്റെ അവതാരങ്ങളായി ചമന്ന് തന്നിഷ്ട വചനങ്ങൾ രചിക്കുന്നതും മറ്റു സാധാരണക്കാരെ കൊണ്ട് അവ ആധികാരികളാണെന്ന് പറയിക്കുന്നതും പരിഷ്കാരമായിട്ടുണ്ട്. ഈ ആസുരീയ മനോഭാവത്തെ ഭഗവത്ഗീതയുടെ 7-ാമത്തെ അധ്യായത്തിൽ അപലപിച്ചിട്ടുണ്ട്. ദുഷ്കൃതികളും മൂഢന്മാരും നരാധമരും
നരാധവന്മാരും മനുഷ്യവർഗത്തിലെ അവരുടെ ആസുരീയ പ്രകൃതം മൂലം ഭഗവാനെ അംഗീകരിക്കില്ലെന്ന് അവിടെ പറയുന്നു. അവരെ സൂര്യപ്രകാശത്തിലും കണ്ണു തുറക്കാൻ കഴിയാത്ത മൂങ്ങകളോട് ഉപമിച്ചിരിക്കുന്നു. സൂര്യപ്രകാശത്തെ താങ്ങാൻ കഴിയാത്തതിനാൽ അവർ സ്വയം അതിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു. അവർക്ക് ഒരിക്കലും അത് കാണാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പ്രകാശം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും അവയ്ക്ക് ആവില്ല. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയരൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശിവത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാന്ദ്രജാതം സഹഗണരഘുനാഥാമിതം സജീവം സാദ്വേദം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ ശ്രീതാംശ്ച ഓം വിഷ്ണു പദായ കൃഷ്ണായ ബുധലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമനെ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈതന്യചരിതാമൃതത്തിലെ 84 മുതൽ 84, 85, 86, 87 എന്ന ശ്ലോകങ്ങളാണ്. അപ്പം ഈ ഒരു ശ്ലോകത്തില് ആരോ അൺമ്യൂട്ട് ആണെന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. അപ്പം നമുക്കറിയാം ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചൈതന്യ അവതാരത്തിന്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണെന്ന് പറയുമ്പോൾ വെറും ഒരു വാക്ക് മാത്രമല്ല, അത് എല്ലാ ശാസ്ത്രങ്ങളും കോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പുരാണങ്ങളും ശാസ്ത്രങ്ങളും ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും ഇത്യാദി എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഭഗവാൻ മഹാപ്രഭു ആണ് ശ്രീചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണ അവതാരമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. അപ്പം ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ശാസ്ത്രമാണ് എല്ലാത്തിനും പ്രമാണം എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും പ്രമാണം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അപ്പം ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം പറയുന്നത് ആക്ച്വലി. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ഒരു ലോ പോലെ തന്നെയാണ് അല്ലെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ടും ഭഗവാന്റെ വചനങ്ങൾ, ഭഗവാനെ സാക്ഷാത്കരിച്ച പരിശുദ്ധ ഭക്തന്മാരുടെ വചനങ്ങളാണ് ശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഇപ്പൊ ഇവിടെയും നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ശ്ലോകങ്ങളിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും പറയുന്ന കാര്യം എന്താണ്, ഇപ്പം ഇവിടെ നമുക്കൊരു ഇന്നത്തെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം എന്ന് പറഞ്ഞാൽ 87-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ 87-ാമത്തെ ഈ ശ്ലോകത്തില് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇത് വന്നിട്ട് യമുനാചാര്യൻ, ശ്രീ രാമാനുജാചാര്യന്റെ ആധ്യാത്മിക ഗുരു യമുനാചാര്യനാണ് ഈ ശ്ലോകം. ആ ശ്ലോകത്തിന്റെ ഒരു ഭാവാർത്ഥമാണ് ശ്രീല പ്രഭുപാദ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം രാമാനുജാചാര്യൻ എന്ന് പറഞ്ഞാൽ ശ്രീ സമ്പ്രദായം, ലക്ഷ്മി സമ്പ്രദായത്തിന്റെ പരമാചാര്യനാണ് രാമാനുജാചാര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശ്രീരംഗം ആണ് അദ്ദേഹത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, ശ്രീ സമ്പ്രദായത്തിന്റെ ആചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യമേ ഗുരു യമുനാചാര്യനാണ് ഈ ഒരു ശ്ലോകം ഇന്ന് ഇവിടെ 87-ാമത്തെ ശ്ലോകമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ പറയുന്നത് എന്താണ്, ഈവൻ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ശാസ്ത്രങ്ങളൊക്കെ ഭഗവാൻ പരമപുരുഷനാണെന്ന് പറഞ്ഞാൽ കൂടി ഒരു വ്യക്തി ആസുര പ്രകൃതിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇതിനെ സാക്ഷാത്കരിക്കാനോ അതിനെ ആധികാരികമായിട്ട് അതിനെ ഏറ്റെടുക്കാനോ സാധിക്കില്ല. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് വളരെ വ്യക്തമായിട്ടും നമുക്ക് ഈ ഭാവാർത്ഥം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ ഗുണം ലീലകൾ അല്ലേ, ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് കാണാൻ സാധിക്കുക, ഭഗവാന്റെ ഓരോ ഗുണം ലീല ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീലകളും ഗുണങ്ങളും ആടിയ ഒരു വേറൊരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. എന്നിട്ടും
പല വ്യക്തികളും പറയും നമുക്ക് ഭഗവാൻ ആവാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാനും നീയും ഭഗവാനാണ്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ ആയിരുന്നു മറന്നിരിക്കുകയാണ്, തിരിച്ചു പോയാൽ ഭഗവാനാവും എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും പല മണ്ടത്തരമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്നത്തെ കാലത്ത് പറയുന്നു. അപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ 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 തന്നെയാണ് പരമദിവ്യ പുരുഷൻ എന്ന കാര്യവും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് വേദാന്ത സൂത്രങ്ങളിലും ശ്രീമദ് ഭാഗവത്തിലും പുരാണങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യ പുരുഷനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ വോട്ടിന്റെ ആവശ്യം അവിടെ വരുന്നില്ല, അല്ലെ? അല്ലെ? എന്താണ് വോക്സ് പോപ്പുലി എന്ന് പറയും, ശീലപ്രഭുവിന്റെ ബുക്കിൽ കാണാം, അല്ലെ? അതായത് പൊതുജന അഭിപ്രായം, പൊതുജനങ്ങൾ പറയുന്നു ഇതാണ് ശരി, അപ്പൊ എല്ലാവരും പറയും ഇതാണ് ശരി. അപ്പൊ അങ്ങനെയല്ല നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എന്നുള്ള ഒരു ശിഷ്യ പരമ്പരയിൽ നിന്ന് സാക്ഷാത്കരിച്ച വ്യക്തിയിൽ നിന്ന് കേട്ടാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായത്തിന് അവിടെ ഒരു വിലയില്ല ആക്ച്വലി. സ്വന്തം അഭിപ്രായം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പൊ അത് നമ്മൾ പൂർണ്ണ അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണത അല്ല ശരി. പക്ഷെ എന്താണ്, പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണ്, ഇപ്പൊ നമുക്ക് ഗുരു സാധു ശാസ്ത്രങ്ങൾ വെച്ച് മനസ്സിലാക്കിയ ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആധികാരികമാണ്. അപ്പം ഷീല പ്രഭുപാദും ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, ഐ ആം നോട്ട് പെർഫെക്റ്റ്. അപ്പൊ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, ബട്ട് വാട്ട് ഐ ആം റെപ്രസെന്റിങ് ഈസ് പെർഫെക്റ്റ്, സോ വാട്ട് എവർ ഐ ടെൽ ദാറ്റ് ഈസ് പെർഫെക്റ്റ്. പ്രഭുപാദ് പറയുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയ വ്യക്തിയല്ല, പക്ഷെ ഞാൻ എന്താണോ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ ആ പെർഫെക്റ്റ് ആയ നോളജ് ആയതുകൊണ്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്ന് ഷീല പ്രഭുപാദ് പറയുന്നത്. അപ്പം വ്യക്തമാണ്. അപ്പൊ ഒരു വ്യക്തി ഒരു ശിഷ്യപരമ്പരയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ യഥാരൂപം യാതൊരു കലർപ്പും ഇല്ലാതെ അതിനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആ ജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്ന ജ്ഞാനത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. അതാണ് നമ്മുടെ ഈ ഗുരു ശിഷ്യ പരമ്പരയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ അറിയാം, ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്നത് 32ാമത്തെ ആചാര്യനാണ് ഈ ഗുരുശിഷ്യ പരമ്പരയിൽ, ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായ പരമ്പരയിൽ. അപ്പൊ ഈ പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, അപ്പം പ്രഭുപാദിന് ശേഷം അടുത്തത് അവരുടെ പ്രഭുപാദിന്റെ അനേകം ശിഷ്യന്മാരും ആധ്യാത്മിക ഗുരുവര്യന്മാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പരമ്പര കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരമ്പര കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നത്? കാരണം എന്താണ്? കാരണം ആ ഒരു നോളജ്, അല്ലെ, ആ കിട്ടുന്ന ജ്ഞാനത്തിനെ യഥാരൂപമായിട്ടും ശീല പ്രഭുപാദ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളോട് നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനെ യഥാരൂപമായിട്ട് മനസ്സിലാക്കി അതിനെ കലർപ്പ് ചേർക്കാതെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഒരു ഒരു ഗ്ലാസ് പാൽ എടുക്കുകയാണ്, അല്ലെ? ആ പാലില് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ പാല് കളർ എന്താവും, അത് ഫുള്ള് കലർപ്പായി പോകും, അല്ലെ? അപ്പൊ ഫുള്ള് വെള്ളം ഒഴിച്ച് എന്താ സംഭവിക്കുക, അത് പാല് മാറി എന്താ വെള്ളമായിട്ട് മാറും. അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്യുവർ ആണ്. പക്ഷെ വ്യക്തികൾ അവരവരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ തന്നിഷ്ടം പ്രകാരം അവരുടെ ഇന്ദ്രവൃത്തിക്ക് അനുസരിച്ച് അതിനെ വളച്ചൊടിച്ച് പറയുന്ന സമയത്ത് അത് ശാസ്ത്രത്തിന്റെ ഒരു നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ അപ്പം ശാസ്ത്രങ്ങളിലൂടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ മഹത്വം, അതും പരമദിവ്യത്വം കൃഷ്ണനാണെന്ന കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അറിയാമല്ലോ, നമ്മൾ വ്യക്തമായിട്ടും ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അല്ലെങ്കിൽ ശീലപ്രഭ നമുക്ക് തന്ന കൃഷ്ണ ബുക്കും വായിച്ചാൽ കാണാൻ സാധിക്കും. ആ ചെറിയ പ്രായത്തിൽ മൂന്ന് മാസം പ്രായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? എന്തൊക്കെ അസുരന്മാരാണ് ഭഗവാൻ കൃഷ്ണൻ വധിച്ചിരിക്കുന്നത്, അല്ലെ? ആ പ്രായത്തിൽ. ഇത് സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഇതൊക്കെ സാധാരണ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിനിമാ കഥയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കണ്ട കാര്യമായാലും അത് നമ്മൾ എത്ര തവണ നമ്മൾ കണ്ടാലും നമുക്ക് എത്ര തവണ കാണാൻ സാധിക്കും. നമുക്ക് കുറച്ചു നേരം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മടുപ്പ് അനുഭവിക്കും, അല്ലെ? നമ്മൾ മടുത്തു പോകും, ഒരുപാട് നേരം അത് കാണാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ കൃഷ്ണന്റെ ഈ ലീലകൾ ഓരോ നിമിഷവും ഓരോ തവണയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും അത് നമുക്ക് സന്തോഷം തരികയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെ? ആ ലീലകൾക്ക് മുകളിൽ വേറെ ലീലയില്ല. അത് അത്രയും പരിശുദ്ധമായിട്ടുള്ള ലീലയും ആ ലീലയിലൂടെ ആക്ച്വലി ഭക്തന്മാർക്കും സന്തോഷം കൊടുക്കുന്നു. അതുപോലെ ആ വധിക്കപ്പെട്ട അസുരന്മാർക്കും അതിലൂടെ നേട്ടം കിട്ടുന്നു. ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എല്ലാവർക്കും അതിലൂടെ ഗുണമുണ്ടാവും. അതാണ് ഭഗവാന്റെ ഒരു പ്ലാൻ. അതാണ് സുപ്രീം പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് മോശമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരും നന്മ നൽകുന്നതാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം അവതരിച്ച സമയത്ത് തന്നെ അദ്ദേഹം എന്താണ് ചതുർബാഹ രൂപത്തിലാണ് അവതരിച്ചത്, അല്ലെ?
മധുരയില് ദേവിക മാതായുടെ അപ്പം അവതരിച്ചത്. അപ്പൊ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഒരിക്കലും ജനിച്ച ശേഷം ഒരു വ്യക്തി ഭഗവാൻ ആവുന്നതല്ല. ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ വല്ല യോഗസിദ്ധിയിലൂടെ ഭഗവാൻ ആവുന്നു. ഭഗവാൻ എന്നെന്നും ഭഗവാനാണ്. അദ്ദേഹത്തിന് ഭഗവാൻ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. ഓൾറെഡി അദ്ദേഹം ഭഗവാനാണ്. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവം ആവാൻ ആർക്കും സാധിക്കില്ല. നമ്മൾ എന്നെന്നും ജീവാത്മാക്കളാണ്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാക്കളുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെന്താ സംഭവിക്കുന്നത്? ആൾക്കാർ ഭൗതിക ലോകത്തിൽ ജനിച്ച എല്ലാ വ്യക്തികളും നമ്മളെല്ലാവരും ചിന്തിക്കുന്നതാണ് നമുക്ക് ഭഗവാൻ ആവാൻ സാധിക്കും. ഞാനാണ് എൻജോയർ, അല്ലെ എനിക്കാണ് എൻജോയ്മെന്റ് വേണം, അപ്പൊ ഞാനാണ് ഉള്ള രീതിയിലും ചിന്തിച്ച് അവർ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് അവസാനത്തെ മായയുടെ വശം വയ്ക്കലാണ് ഒരു വ്യക്തി ഭഗവാനാണെന്ന് ചിന്താഗതി കൊണ്ടുവരുന്നത് സ്വന്തം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ 3 ഗുണങ്ങളുടെ അടിയിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പൊ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും ഒരു ജീവാത്മാവിന് ഭഗവാനാവാൻ സാധിക്കില്ല. അപ്പം അപ്പൊ അത് വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഭഗവാൻ അല്ല, നമ്മളെപ്പോഴും ജീവാത്മാക്കളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം ഈ ഒരു നമ്മള് ശീല പ്രഭുപാദ ഗ്രന്ഥങ്ങളിലും ചൈതന്യ മഹാപ്രഭു പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മായാവാദ ഭാഷ്യ സുനിലെ പോയ സർവനാശ. ഒരു വ്യക്തി മായാവാദികളുടെ ഭാഷ്യങ്ങൾ കേട്ടാൽ ഉടനെ അദ്ദേഹത്തിന് സർവനാശം സംഭവിക്കും. കാരണം എന്താണ്? മായാവാദികൾ പൊല്യൂട്ടാണ് ചെയ്യുന്നത്. കാരണം അവര് നമ്മൾ ഭഗവാനാണ്, നമ്മൾ ഭഗവാനാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈവൻ ദോ ശരിയല്ലാത്ത കാര്യമാണെങ്കിൽ കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, അവര് ഭഗവാനാണെന്നില്ല ആ തെറ്റായ ചിന്താഗതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ ഒരിക്കലും അവർ ഭഗവാൻ ആവുന്നില്ല, അല്ലെ? അവരെ ഒന്നും നമ്മൾ ഭഗവാന്റെ അംശമാണ് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം, അല്ലെ? നമ്മൾ ശീലപ്രഭുപാദം പറയുന്നുണ്ട്. അപ്പോ ചില സഹജീയ വ്യക്തികളൊക്കെ പറയും, നമ്മള് സഹജീയ വ്യക്തി, അല്ലെ? പ്രാകൃത സഹജീയ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അപ്പൊ അവര് ഭഗവാൻ ഭഗവാന്റെ ഈ ലീലകളെ വളരെ ചീപ്പായിട്ട് എടുത്തുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, ഞാൻ ഗോപനാണ്, ഗോപിയാണ്, അപ്പം ഇദ്ദേഹം കൃഷ്ണനാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ പല രീതിയിലും അവര് ഈ ഒരു ഏറ്റവും ഉയർന്ന ഈ ഫിലോസഫിയെ അവര് വളരെ ചീപ്പായിട്ട് അതിനെ മനസ്സിലാക്കുകയും അപ്പൊ ആ രീതിയിൽ ബാഹ്യമായിട്ട് അവർ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. ആക്ച്വലി അതിനെന്താണ് എസെൻസ് എന്ന് മനസ്സിലാക്കാതെ അവരുടെ ഇമ്മെച്യൂരിറ്റി കാരണം അവർ അതിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് ഈ പ്രാകൃത സാഹിത്യം. അപ്പൊ അവരെപ്പോഴും പറയും, അപ്പൊ അവര് എന്താണ്, അപ്പൊ പല ആൾക്കാരും നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ ഈ രാസലീലയും അതിലൊക്കെയാണ് ഇൻട്രസ്റ്റ് അവർക്ക് കൂടുതൽ. അപ്പൊ അവർ പറയും, നമ്മള് രാസലീല രാസലീലയും അല്ലെങ്കിൽ ബാക്കിയുള്ള ലീലകളൊക്കെ അതിലാണ് കൂടുതൽ താല്പര്യം. അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്നതാണ്, അപ്പൊ ഭഗവാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാലോ എന്ന ചിന്താഗതിയോടെയാണ് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത്. അപ്പൊ കോണ്ടെക്സ്റ്റ് ഒരിക്കലും മനസ്സിലാക്കാതെയാണ് ആൾക്കാർ പലപ്പോഴും ശാസ്ത്രങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാർ നമുക്ക് അറിയാൻ ചെയ്യുന്നത് എനിക്കും ചെയ്യാനും. പിന്നെ പ്രൂവ് അത് ചാലഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. പ്രൂവ് അത് പറയുന്നത് വെച്ചാൽ, ആദ്യം നീ ഒരു ചെറിയൊരു കല്ല് എടുത്തിട്ട് നിന്റെ ഈ ചെറിയ പെരുവിരലില് ഒരു മണിക്കൂറെങ്കിലും നീ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് രാസലീലയായിട്ട് സംസാരിക്കുന്നതാണ് പറഞ്ഞത്, അല്ലെ? ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിന് എത്ര ദിവസമാണ് വെച്ചത്? 7 രാവും 7 രാത്രിയാണ് വിരലിൽ പിടിച്ചത്. അത് എന്താണ്? അത് ആനന്ദമായിട്ടാണ് വിളിച്ചോണ്ട്, അതൊരു ബുദ്ധിമുട്ടായിട്ട് അയ്യോ കൈ വേദനിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടല്ല. അതുപോലെ അദ്ദേഹം പറയുന്നതാണ്, നീ ഒരു ചെറിയൊരു പിടിക്കാൻ പറ്റുമോ ചെറുവിരൽ? അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും കാലം ചെയ്ത ശേഷം നീ പറ, ഞാൻ രാസലീല ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിനുശേഷം നിനക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടെന്നാണ് ശീല പ്രഭുപാദ് വ്യക്തമായിട്ടും പറയുന്നത്. അപ്പൊ നമുക്ക് ശീലപ്രഭുപാദ ഗ്രന്ഥങ്ങൾ വളരെ ആധികാരികമായിട്ടും പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും നമ്മൾ ഭഗവാൻ നമ്മൾ സംബന്ധം എന്താണെന്നും. അപ്പൊ അതിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും. ഏത് വ്യക്തികളാണ് ശാസ്ത്രങ്ങളെ യഥാരൂപം മനസ്സിലാക്കാത്തത് അവർക്കാണ് കൺഫ്യൂഷൻ വരുന്നത്, അല്ലെ? അവര് പലപ്പോഴും എന്ത് സംഭവിക്കും, അവർ പല സ്ഥലത്തു നിന്ന് കേൾക്കും, അപ്പൊ അത് ശരിയാണ് ഇത് ശരിയാണ്, അപ്പൊ അങ്ങനെ അവർ അവരുടെ സമയം വെറുതെ കളയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം മായാവാദികൾ നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം നമുക്ക് ചൈതന്യ മഹാപ്രഭുവും നമ്മുടെ 4 സമ്പ്രദായങ്ങളിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ വെച്ച് എടുത്തിട്ടുണ്ട്. ഓരോ സമ്പ്രദായത്തിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ടും ഇപ്പൊ എനിക്ക് ഒരു ഭക്തന്മാരുടെയും ഭഗവാന്റെയും പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് റീസെന്റ് ഒരു ഉടുപ്പി യാത്രയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പൊ അവിടെ മധ്വാചാര്യന്റെ ഗ്ലോറീസ് ഹിസ്ദേസ് ജഗസാക്ഷി പ്രഭു പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് അറിയാം, അവിടെ നമുക്ക് മധ്വാചാര്യന്റെ പരമ്പരയിൽ നമുക്ക് നമ്മൾ ഓൾറെഡി ബ്രഹ്മമാധവ ഗൗഡി സമ്പ്രദായത്തിലാണല്ലോ, അല്ലെ? ആ മധ്വാചാര്യന്റെ പരമ്പരയിൽ നിന്നും 2 കാര്യങ്ങൾ ചൈതന്യ മഹാപ്രഭു എടുത്തു. അപ്പൊ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മായാവാദികളുടെ ഭാഷണം ഖണ്ഡനം ചെയ്യാനുള്ള കാര്യമാണ്. അത്
മധ്വാചാര്യർ ഭയങ്കര ഇതായിരുന്നു അല്ലെ. അപ്പൊ ദ്വൈതവാദം എന്ന രീതിയിൽ അദ്വൈതികളെ ഫുൾ ഖണ്ഡനം ചെയ്യാനുള്ള കാര്യമാണ് മധ്വാചാര്യ ഭയങ്കരമായിട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഒരിക്കലും ഒരു മായാവാദികൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ കൂടി ധൈര്യപ്പെടില്ല. രണ്ടാമത് ഭഗവാൻ കൃഷ്ണന്റെ മൂർത്തികളെ സുന്ദരമായിട്ട് വർഷിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോരോ ബാക്കിയുള്ള 3 പരമ്പരകളിൽ നിന്നും വൈഷ്ണവ സേവ അങ്ങനെ പല പല കാര്യങ്ങളും ഒക്കെ ചൈതന്യ മഹാപ്രഭു എടുത്തത്. അപ്പൊ എല്ലാ പരമ്പരകളുടെ എസൻസ് ആണ് നമുക്ക് ആക്ച്വലി ഈ ഗൗഡിയ പരമ്പരയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ എസൻസിനെ നമ്മൾ എടുത്ത് മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും ജീവിതത്തിന്റെ പരിപൂർണ്ണ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ ആദ്യത്തെ ഇതിൽ പറയുന്നത്. അപ്പൊ ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് മാറാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പൊ അസുരന്മാർക്ക് എന്താണ് പ്രശ്നം? അപ്പൊ അവർക്ക് അവരുടെ വിദ്യാഹങ്കാരത്തിന് അവർക്ക് എന്താണ് അവന്റെ അഹങ്കാരം അവർ സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ എന്തിനാണ് ഒരു വ്യക്തിയെടുത്ത് ശരണം പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തി പറയുന്നത് കേൾക്കണ്ടേ. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാൻ സാധിക്കില്ല. ആധികാരികമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും നമുക്ക് വ്യാസൻ, നാരദൻ, അസിതൻ, ദേവലൻ, പരാശരൻ പോലുള്ള വലിയ വലിയ ആചാര്യന്മാരില്ല മഹത് വ്യക്തികൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും അവരും പറയുന്നുണ്ട്. ഇത് ഭഗവാൻ കൃഷ്ണൻ മാത്രം പറയുന്ന കാര്യമല്ല, ഞാനാണ് ദിവ്യത്വ പുരുഷൻ എന്ന് ഭഗവത്ഗീതയിൽ. അതുകൊണ്ടാണ് വീണ്ടും അതിൽ റെഫറൻസ് ആയിട്ട് ഭഗവാൻ അവിടെ പറയുന്നില്ല. അത്രയും ഉയർന്ന വ്യക്തികൾ കൂടി ഭഗവാൻ ആണ് സുപ്രീം എന്നുള്ള കാര്യത്തിനെ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാലും എന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഈ ആസുരഭാവമുള്ള അല്ലെ ആൾക്കാർ ഒരിക്കലും ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതും എന്താണ് അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? കാരണം അവർ ഒരിക്കലും ഹമ്പിൾ ആവുന്നില്ല അല്ലെ. നമ്മൾ ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞതാണ് നമ്മൾ എളിമത്വം വളർത്തിയെടുക്കാനുള്ള കാര്യമാണ് ആദ്യത്തെ ഒരു പടി ആധ്യാത്മിക ലോകത്തിൽ. അത് തന്നെയാണ് തുടക്കവും മധ്യവും അവസാനവും. കാരണം എളിമത്വം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ശാസ്ത്രങ്ങളുടെ ആ ഒരു എസൻസ് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം എന്താണ് എളിമത്വം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഒന്നുമല്ല, എന്റെ എല്ലാ ഈഗോ ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഞാൻ ഇത്രയും നാൾ ചിലപ്പോൾ നമുക്ക് പല പാണ്ഡിത്യം ഉണ്ടാവായിരിക്കാം, നമുക്ക് ഭൗതികപരമായിട്ട് പല എഡ്യൂക്കേഷൻസ് ഉണ്ടാവായിരിക്കും, പല കഴിവുകൾ ഉണ്ടാവായിരിക്കാം. അപ്പൊ അങ്ങനെ പല പല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാണ് ഈ കഴിവുകളൊക്കെ എനിക്ക് ഭഗവാൻ തരുന്ന ഒരു ഗിഫ്റ്റാണ് അല്ലെ, ഒരു സമ്മാനമാണെന്നും എനിക്ക് ആ കിട്ടിയ സമ്മാനങ്ങൾ ഞാൻ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ആ സമ്മാനങ്ങളുടെ പരിപൂർണം അല്ലെ, ആ കഴിവുകളുടെ പരിപൂർണത എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ട് ഒരു ഭക്തനായിട്ട് മാറി തീരുന്നത്. അതേ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ എനിക്ക് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ വ്യക്തിയുടെ അഹങ്കാരം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ അഹങ്കാരം കൂടുന്തോറും അദ്ദേഹം ഭഗവാനിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഏതൊരു വ്യക്തിയാണ് അത്രയും വിനയത്വം ഡെവലപ്പ് ചെയ്യുന്ന അത്രത്തോളം ആ വ്യക്തി ഭഗവാന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ എളിമത്വം അല്ലെങ്കിൽ വിനയത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെ നമുക്കൊരു ശാസ്ത്രത്തിനെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭക്തൻ പറയുന്ന കാര്യം കേൾക്കണം, അല്ലെങ്കിൽ ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്താണ്? നമുക്ക് ആ എളിമത്വം ഉണ്ടെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. കാരണം എല്ലാവർക്കും പല പല സംസ്കാരങ്ങളും പല കൾച്ചറിൽ നിന്ന് വന്ന വ്യക്തികളാണെങ്കിൽ കൂടി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം അറിയാം ശീലപ്രഭുപ എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹം ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അദ്ദേഹത്തിന് ഈ ശാസ്ത്രം എഴുതിയ പേരും പ്രശസ്തിയും കിട്ടാനോ ഒന്നും അല്ലാതെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? എല്ലാ ജീവാത്മാക്കളും തിരിച്ചു ഭഗവാനത്ത് കൊണ്ടുപോകുക, എല്ലാവർക്കും പരിശുദ്ധ ഭക്തി കൊടുക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. അപ്പൊ അത്രയും പരിശുദ്ധതയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും ആ ഒരു പരിശുദ്ധ സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം എന്താണ്? കാരണം ശ്രീലപ്രഭുപാദ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയമാണ് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ശരിക്കും അതിലൂടെ ആക്ച്വലി ഭഗവാനെ കാണാൻ സാധിക്കുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് അല്ലെ. നമുക്ക് വ്യക്തമായിട്ടും എന്താണ് നമുക്ക് ഭഗവാൻ ആരാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാത്ത ഓരോ വ്യക്തികൾക്കും ആക്ച്വലി എന്താണ് ഭഗവാൻ എന്നും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രഭുപാദ ഗ്രന്ഥങ്ങൾ കൂടെ തന്നെയാണ്. അപ്പം ആ ഒരു വ്യക്തിക്ക് അപ്പം ആസുര പ്രവൃത്തിയുള്ള വ്യക്തി ഇല്ലേ. അപ്പൊ നമ്മള് അവജാനന്തി മാമൂഢ മാനുഷ്യം തനു ആശ്രിത പരം ഭാവം അജാനന്ദം മാവഭൂതം. അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ അവജാനന്തി മാമൂഢ. അപ്പം ഭഗവാനെ അറിയാത്ത മൂഢന്മാരെന്താ പറയാ? അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയാണ് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ അവര് പിന്തള്ളിക്കളയും ചിലപ്പോൾ. പക്ഷെ അങ്ങനത്തെ വ്യക്തികൾക്ക് എന്താ സംഭവിക്കുക? അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ നരകത്തിലോട്ടാണ് അവർ പോകുന്നത് ആക്ച്വലി വന്നിട്ട്. അതേ സമയത്ത് അവർക്ക് കാരുണ്യം
അപ്പൊ ഇവിടെയാണ് ഭക്തന്മാരുടെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ഈവൻ ദോ അവര് ഭഗവാനെ മറക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി, പക്ഷെ ഭക്തന്മാരെന്താ ചെയ്യുന്നത്? ഭക്തന്മാര് പോയിട്ട് ഓരോ വീടുകളിലും ഗ്രഹങ്ങളിലൊക്കെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത്, ഈവൻ ഭഗവാനെ മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടി ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഭക്തന്മാർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭഗവാനെക്കാട്ടും കാരുണ്യമുള്ളത് എന്നുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അപ്പം 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 ഈവൻ ദോ ഒരു വ്യക്തിക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്ന ആഗ്രഹമില്ലെങ്കിൽ കൂടി ഒരു വ്യക്തി പ്രചരണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ആ വ്യക്തിക്ക് ഭഗവാനെ പറ്റി കേൾക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. ഇല്ലേ? നമുക്ക് ജഗന്നാഥ രഥയാത്ര നടക്കുന്ന സമയത്ത് എത്രയോ വ്യക്തികൾ നടന്നു പോകുന്നുണ്ട് അല്ലെ? അപ്പൊ അവര് ഭഗവാനെ കാണുന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനം കേൾക്കുന്നോ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരുപാട് ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അല്ലെ? സേവനം കാരണമാണ് അവിടെ ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്ര നടക്കാൻ സാധിച്ചത്. പ്രഭുപാദിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും ജഗന്നാഥന്റെയും കാരുണ്യം കൊണ്ട്. അപ്പൊ ആ ഒരു കാരുണ്യം കൊണ്ടാണ് ആ റോഡിലൂടെ പോകുന്ന എല്ലാ വ്യക്തികൾക്കും ഭഗവാനെ കാണാൻ സാധിക്കുന്നതും അവർക്ക് പ്രസാദം കിട്ടാൻ സാധിക്കുന്നതും ഭഗവാൻ ഒരു നോക്ക് കാണാൻ സാധിക്കുന്നൊക്കെ ആ കീർത്തനം കേൾക്കാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഭക്തന്മാരുടെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുക അല്ലെ? യാരേ ദേഖോ താരേ കഹ കൃഷ്ണ ഉപദേശ്. അപ്പൊ ഓരോ വ്യക്തികളുടെയും ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ അവർക്കും ഭഗവാന്റെ കാരുണ്യം അല്ലെ? അവർക്കും ഭഗവാന്റെ അടുത്ത് വരാനുള്ള ആ ഒരു ഗുഡ് ഫോർച്യൂൺ കൊടുക്കാനുള്ള ഒരു ഡെലിവറർ ആയിട്ടാണ് ഒരു ഭക്തൻ മാറുന്നത്. അപ്പൊ അങ്ങനെ ഈവൻ ദോ അങ്ങനെ ഭഗവാനെ മറന്നിരിക്കുന്ന വ്യക്തികൾ കൂടി ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്ന ആൾക്കാരാണ് ഭക്തന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതായത് ഈ ഈ ഒരു ആസുരഭാവമുള്ള വ്യക്തികളെ ഒരു മൂങ്ങകളോടാണ് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് അല്ലെ? അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പം എന്തുകൊണ്ടാണ് മൂങ്ങകളോട് കമ്പയർ ചെയ്തിരിക്കുന്നത്? മൂങ്ങകൾക്ക് ഒരിക്കലും സൂര്യകിരണങ്ങളുടെ ഫ്രണ്ടിൽ കണ്ണ് തുറക്കാനേ സാധിക്കില്ല അല്ലെ? അവർക്ക് ആ സൂര്യകിരണങ്ങൾ അവരുടെ കണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെ സെൻസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ ചെയ്യുക? എപ്പോഴും കണ്ണ് അടച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ ഭക്തിഹീനരായ വ്യക്തികൾ, അവിശ്വാസികളായ വ്യക്തികൾക്ക് എന്താ സംഭവിക്കുക? അവർക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അവരുടെ ഈഗോ കാരണം അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഈഗോ ആണ് അവരെ ആക്ച്വലി സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവർ ഒരിക്കലും അപ്പൊ എന്താ ഈഗോ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഭഗവാൻ ഉണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? അവരുടെ ഈഗോ എന്താ വെച്ചാൽ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയില്ല, ഇത് വെറും കെട്ടുകഥയാണ് അല്ലെങ്കിൽ ചുമ്മാ പറയുന്ന കാര്യമാണ് എന്നുള്ള ചിന്താഗതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന പോലെ തന്നെ അല്ലെ? ഇപ്പൊ സൂര്യനുണ്ട്, സൂര്യത്തിന് മേഘം വന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി സൂര്യൻ മറിഞ്ഞിരിക്കുകയാണോ? ആക്ച്വലി സൂര്യൻ മറിഞ്ഞിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ആണ് അവിടെ മറിഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്മുടെ വിഷൻ നമുക്ക് ആ മേഘം കാരണം നമ്മുടെ വിഷൻ അവിടെ ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. സൂര്യൻ ആക്ച്വലി അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ച മേഘം കാരണം മറിഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ആ മേഘത്തിനെ ക്രോസ് ചെയ്ത് ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സൂര്യനെ കാണാൻ അവിടെ സാധിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആ സൂര്യനെ ഇപ്പൊ കാണാൻ സാധിക്കില്ല. അപ്പൊ മേഘമാണ് നമ്മളെ മറയ്ക്കുന്നത്. സൂര്യൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ മേഘം വന്നിട്ട് നമ്മുടെ കാഴ്ചയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യൻ ഇല്ല അല്ലെങ്കിൽ ഭഗവാൻ ഇല്ല എന്നുള്ള അർത്ഥം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഇംപ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. നമ്മളിപ്പോഴും ഒരുപാട് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം ഇങ്ങനെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മളെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മുടെ ഈ നാമജപവും ഭഗവത് ഗ്രന്ഥ പാരായണവും ഭക്തന്മാരോടുള്ള സംഘങ്ങളും ക്ലാസ്സുകളും ഭക്ത സേവനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ അവബോധം ശുദ്ധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശുദ്ധീകരണം നടന്നാലേ ഓരോ വ്യക്തികളും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിക്ക് എത്രത്തോളം അദ്ദേഹം ഭഗവാനെ പറ്റി കേട്ടാലും എത്രത്തോളം ആധികാരികമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്താലും ഒരു വ്യക്തി അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്? കാരണം അവർക്ക് ആസുര പ്രകൃതിയാണ്. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ എന്തിനാണ് ഒരു വ്യക്തി ഭഗവാനായിട്ട് കാണേണ്ടത്? ഒരു വ്യക്തിയടുത്ത് ഞാൻ എന്തിനാണ് ശരണം പ്രാപിക്കേണ്ടത്? ഞാനല്ലേ വലുത് എന്ന ചിന്താഗതി. ആ ഒരു ചിന്താഗതി കാരണം തന്നെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇരിക്കുന്നതും കഷ്ടപ്പെടുന്നതും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിഫർമേഷൻ പ്ലേസ് ആണ് അല്ലെ? നമുക്കൊരു ജയിലിൽ പോയ ശേഷം നമ്മൾ വീണ്ടും 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 നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. നമ്മളും ഈ ആധ്യാത്മിക ലോകത്ത് നിന്ന് ഈ ഭൗതിക ലോകമായിട്ടുള്ള ജയിലിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും അപ്പൊ ജയിലിൽ എന്താ ചെയ്യുക? അപ്പൊ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് അവിടെ ആ ജയിലിൽ പറയുന്ന ആ പോലീസുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉടനെ തന്നെ ആ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയുണ്ട് അല്ലെ? നേരത്തെ അദ്ദേഹത്തിന് റിലീസ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ നമ്മളും ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളും ഈ ശാസ്ത്രങ്ങൾ പ്രകാരവും ഭക്തന്മാരും ആചാര്യന്മാരും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും വളരെ എളുപ്പമായിട്ടും ഭൗതിക ലോകത്ത് നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിന്റെ
എഫക്റ്റുകൾ നമുക്ക് ഒരിക്കലും നമ്മൾ അഫക്ട് ചെയ്യില്ല ഉള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈവൻ ഭൗതിക ലോകത്തിലാണെങ്കിലും ഒരു വ്യക്തി ആധ്യാത്മിക ലെവലിലോട്ട് വരാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഇല്ല ഞാൻ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ തന്നെയാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻജോയർ, ഭഗവാൻ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവസാനം എന്താ സംഭവിക്കുക? അവസാനം അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹം വീണ്ടും വീണ്ടും അടുത്ത പല ജന്മങ്ങളിൽ അടുത്തടുത്ത ജന്മങ്ങൾ എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് എന്താ സംഭവിക്കാം? വീണ്ടും നരകലോകത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെ? നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഇടയ്ക്ക് കോട്ട് കാണാറുണ്ട് അല്ലെ പലപ്പോഴും. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പൊ അദ്ദേഹം വലിയൊരു നിരീശ്വരവാദിയായിരുന്നു ആക്ച്വലി. അപ്പൊ അദ്ദേഹം പല പല സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭഗവാൻ ഇല്ല എന്നും ഇതൊക്കെ ഒരു ഒരു സൈക്ലിക് പ്രോസസ് ആണെന്നും, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു നടക്കുന്ന കാര്യമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, ദർ ഈസ് നോ ഗോഡ്, ദൈവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു നാൾ എന്ത് സംഭവിച്ചു? അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വ്യക്തി ഒരു നാൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം നമ്മളെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സ് എവിടെയാണ്? എവിടെയില്ല. അപ്പൊ അവസാനം അപ്പൊ ആ കോട്ട് തന്നെ പറയുന്നത് ദർ ഇസ് നോ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി പറഞ്ഞു ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇന്നില്ല. പക്ഷെ ഭഗവാൻ എന്നെന്നും ഉണ്ട് അല്ലെ? ഭഗവാൻ എന്നെന്നും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും അല്ലെ, നമുക്ക് ജന്മാഷ്ടമി വരികയാണ് അല്ലെ, ഇന്നും ജന്മാഷ്ടമി വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ പറ്റിയുള്ള ലീലകൾ പറയുന്നതും ലോകം അല്ലെ, ഏതൊരു സമയം നമുക്ക് എടുത്താലും കാണാൻ സാധിക്കും. ഒരു നിമിഷമെങ്കിലും ഭഗവാനെ പറ്റി പ്രകീർത്തിക്കാതെ ഒരു നിമിഷം കൂടി ഉണ്ടാവില്ല അല്ലെ. കാരണം നമ്മള് ഈ ഈ ഒരു ചെറിയ ലോകത്ത് തന്നെ എടുത്താൽ കാണാൻ സാധിക്കില്ല. പല പല സ്ഥലങ്ങളിൽ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ സ്ഥലത്ത് മംഗളാരി നടക്കായിരിക്കും, വേറെ സ്ഥലത്ത് ഭാഗവതം ക്ലാസ് നടക്കായിരിക്കും, വേറെ സ്ഥലത്ത് ഒരു വ്യക്തി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റിയുള്ള പ്രകീർത്തികൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം പരമദിവ്യത്വം പുരുഷനാണെന്ന കാര്യം വ്യക്തമായതുകൊണ്ടാണ് ഭക്തന്മാർ അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്നത്. പക്ഷെ അവിശ്വാസികളായ വ്യക്തികൾ എന്താ ചിന്തിക്കുന്നത്? ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ദിവസം അവരില്ലാതാവും അല്ലെ. ആ വ്യക്തികൾക്ക് എന്താണ്? അപ്പൊ ആ വ്യക്തികളെ അപേക്ഷിച്ച് എന്താ സംഭവിക്കുക? മൃത്യു സർവ്വഹരശ്ചാഹം അല്ലെ. ആ വ്യക്തികളെ അപേക്ഷിച്ച് എന്താണ്? മൃത്യു എന്ന രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഭഗവാൻ ഇല്ലാന്ന് പറഞ്ഞ വ്യക്തികൾക്ക് ഭഗവാനെ കാണാൻ ഉള്ള മാർഗം എന്താണ്? മൃത്യു എന്ന രൂപത്തിൽ അവർ കാണാൻ സാധിക്കും. പക്ഷെ ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ കാണാനുള്ള എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്? ഭഗവാന്റെ നാമത്തിലൂടെയും ഗുണങ്ങളിലൂടെയും ലീലകളിലൂടെയും ഭഗവാൻ നാമത്തിലൂടെ ഒക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാനായിട്ടുള്ള കണക്ഷൻ എല്ലാ നിമിഷവും ഉണ്ടാവും. പക്ഷെ ഭഗവാനെ മറന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ വരുന്നത് ഒരു മരണം എന്ന ഒരു ഭയാനകമായിട്ടുള്ള രൂപത്തിലൂടെയാണ് വരുന്നത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് ആ ഒരു എളിമത്വം വന്നാൽ മാത്രമാണ് ഭഗവാനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എളിമത്വം ഇല്ലാത്തത് കൊണ്ടാണ് അവിശ്വാസികളായ വ്യക്തികൾ ഒരിക്കലും ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് എളിമത്വം വളർത്താനുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പം ആ എളിമത്വം എന്ന് പറയുന്നത് ആക്ച്വലി സ്പിരിച്വൽ വേൾഡിലോട്ടുള്ള ഒരു കഥക് പോലെയാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ എളിമത്വം വളർത്തുന്നു അത്രത്തോളം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തന്മാരെ സ്നേഹിക്കാൻ സാധിക്കും, ഒരുപാട് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് സമീപിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എളിമത്വത്തോട് ഒരു സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയെ എപ്പോഴും ഭഗവാന് ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്? അദ്ദേഹം എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യും. ഇത് എന്റെ സേവനമാണ്, ഇത് നിന്റെ സേവനമാണെന്ന് അദ്ദേഹം ബൈഫർഗേറ്റ് ചെയ്യാതെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് അദ്ദേഹം സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രകീർത്തിക്കുന്ന സമയത്ത് ഭഗവാന് ഒരുപാട് സന്തോഷമുണ്ടാവും അല്ലെ. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു അച്ഛന് 10 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു 9 കുട്ടികൾ ഉണ്ട്. 9 കുട്ടികൾ ഭഗവാനെ മറന്നിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരു കുട്ടി അച്ഛനെ മറന്നിരിക്കുകയാണ്. പക്ഷെ അതിലൊരു കുട്ടി എന്ത് ചെയ്യുന്നു? ഭഗവാനെ മറന്നിരിക്കുന്ന കുട്ടികളെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ അച്ഛന് ആ തിരിച്ച് കൊണ്ടുവരുന്ന കുട്ടിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അതുപോലെ തന്നെയാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. ഭക്തന്മാരെന്താ ചെയ്യുന്നത്? ഏറ്റവും താങ്ക്ലെസ് ആയിട്ടുള്ള ടാസ്കാണ് ചെയ്യുന്നത് അല്ലെ. പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അവരെന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ജീവാത്മാക്കളെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് അങ്ങനത്തെ വ്യക്തികളോട് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ പ്രചരണം ചെയ്യാൻ ശ്രമിക്കുകയുള്ള കാര്യമാണ്. നമ്മള് അവർക്ക് പ്രസാദം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ഭഗവാനിൽ നിന്ന് ദൂരെ പോകാത്ത രീതിയിൽ നമ്മൾ അവരെ പ്രചരണം ചെയ്യുക. ഭഗവാനെ കുറിച്ച് കൂടുതൽ കുറ്റങ്ങൾ പറയാത്ത രീതിയിൽ നമ്മൾ അവരെ കൊണ്ടുവരാൻ സാധിക്കുക. എന്തെങ്കിലും പ്രസാദം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ചെറിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരിലൂടെ മാത്രമേ ആ വ്യക്തികൾക്ക് അങ്ങനെ ഭഗവാനടുത്ത് വരാൻ സാധിക്കൂ. കാരണം അവർ ഭഗവാനെ മറന്നിരിക്കുന്ന അവരുടെ വിദ്യാഹങ്കാരം കാരണം അവർ ഭഗവാൻ ഇല്ല എന്നും ഞാൻ ഭഗവാൻ എന്നും ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരിക്കലും ഭഗവാനത്ത് വരാൻ സാധിക്കും. പക്ഷെ ഭക്തന്മാരെന്ന് പറയുന്നത് ഭഗവാനെക്കാട്ടും കൂടുതൽ കാരുണ്യം ചൊരിയുന്ന വ്യക്തികളായതുകൊണ്ട് കാലക്രമേണ അവർക്ക് ഭക്തന്മാരുടെ ആ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ഇനി വരുന്ന ശ്ലോകത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ
കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ നമ്മളിപ്പോ വായിച്ചത് നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് എളിമത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ശീലപ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിച്ച് അറിയാൻ സാധിക്കും. എളിമത്വം ശീലപ്രഭുപാദനും ഇത്രയും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? കാരണം അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ഒരിക്കലും ആകെ ചെയ്ത ഒരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരു മഹാരാജ് പറയുന്ന കാര്യങ്ങൾ യഥാരൂപമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചു. യഥാരൂപമായിട്ട് പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എളിമത്വം ഉണ്ടെങ്കിലേ അതിനെ അങ്ങനെ സ്വീകരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പം എനിക്ക് എന്തെങ്കിലും അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ അത് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ജ്ഞാനം മാറിപ്പോയി കിടക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ മാജി. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു ആർക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നന്നായി പറഞ്ഞു തരുന്നുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ടാണ്. ഹരേ കൃഷ്ണ. അതെ അതെ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. താങ്ക് യു മാതാജി. നന്ദി പ്രഭുജി. വളരെ സന്തോഷം. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ക്ലോസ് ചെയ്യാം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.